മനുഷ്യാവകാശങ്ങൾ ഇന്ന് കാണുന്ന തലത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നായി മാറുന്നതിന് ചരിത്രത്തിൽ ഒത്തിരി സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ചരിത്ര സംഭവങ്ങളെ വിശദമായി ചർച്ച ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ രസകരമായ മനുഷ്യചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാവും ഹ്യൂമൻ റൈറ്റ്സ് എന്നാൽ എന്ത് എന്നുള്ളത്. Human rights refers to those fundamental and inalienable rights which are essential for life as a human being. ഒരു മനുഷ്യജീവി എന്നുള്ള നിലയിൽ, വെറും ജീവി എന്നുള്ള നിലയിലല്ല, മനുഷ്യജീവി എന്നുള്ള നിലയിൽ ജീവിക്കുന്നതിന് അത്യാവശ്യമായി വേണ്ട, ഒഴിച്ചുകൂടാനാകാത്ത, മൗലികമായി നിലനിൽക്കേണ്ട അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയും. All those rights which are essential for the maintenance of human dignity may be called human rights. ഈ വാക്ക് വളരെ ശ്രദ്ധിക്കണം. ഹ്യൂമൻ ഡിഗ്നിറ്റി, മനുഷ്യന്റെ മാന്യതയെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, മനുഷ്യന്റെ മാന്യതയെ നിലനിർത്തുന്നതിന് എസൻഷ്യലായ എല്ലാ അവകാശങ്ങളെയും നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയാവുന്നതാണ്. Human rights are those rights and freedoms which are necessary for the mere existence of human being. അപ്പോൾ mere existence of human being, മനുഷ്യനായി നിലനിൽക്കുന്നതിന് വേണ്ട അവകാശങ്ങളെ എല്ലാം നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയാവുന്നതാണ്. ഹ്യൂമൻ റൈറ്റ്സ് ആർ ബർത്ത് റൈറ്റ്സ് ആൻഡ് ഇൻഹെറന്റ് ഇൻ ഓൾ ഇൻഡിവിജ്വൽസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കാസ്റ്റ്, ക്രീഡ്, റിലിജ്യൻ, സെക്സ് ആൻഡ് നാഷണാലിറ്റി. ദേശത്തിനെയോ ലിംഗത്തെയോ മതത്തെയോ വംശത്തെയോ അവന്റെ ജാതിയെയോ പരിഗണിക്കാതെ എല്ലാ മനുഷ്യരിലും അന്തർലീനമായ, ജനിക്കുമ്പോൾ മുതൽ തന്നെ അവനുള്ള അവകാശങ്ങളെ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്, ഹ്യൂമൻ റൈറ്റ്സ് ആർ ദ റൈറ്റ്സ് പൊസസ്ഡ് ബൈ ഓൾ ഹ്യൂമൻ ബീയിങ്സ് സിംപ്ലി ബിക്കോസ് ദേ ആർ ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ മനുഷ്യനായി ജനിച്ചത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മനുഷ്യനായത് കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് യാതൊരുവിധ വ്യത്യാസങ്ങളെയും ഇനിക്വാളിറ്റിയും ഫീൽ ചെയ്യാതെ ജനിക്കുമ്പോൾ തന്നെ തന്നിൽ നിന്ന് വേർപെടുത്താനാകാത്ത വിധം ആസ്വദിക്കാൻ വേണ്ടി ലഭിക്കുന്ന അവകാശങ്ങളെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. അതിന് നമുക്കൊരു മോറൽ പ്രിൻസിപ്പിളായിട്ട് പറയാം, അല്ലെങ്കിൽ മോറൽ നോംസ് ആയിട്ട് പറയാം. അപ്പോൾ ഈ ഹ്യൂമൻ റൈറ്റ്സ് ചില നോംസിന് ഡിസ്ക്രൈബ് ചെയ്യുന്നു, ചില രീതികളെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മനുഷ്യൻ പെരുമാറിയാൽ മാത്രമാണ് ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഹ്യൂമൻ റൈറ്റ്സിനെ നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം അതിന് ചില മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന് മനുഷ്യ ചരിത്രത്തിൽ കാരണമായ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്കറിയാം ഹ്യൂമൻ റൈറ്റ്സിന് വലിയ പ്രാധാന്യമുണ്ട്. അത്തരത്തിൽ പ്രാധാന്യം ലഭിക്കുന്നതിന് കാരണമായ പ്രധാനപ്പെട്ട സംഭവങ്ങളെ നമ്മൾ അടിവരയിട്ട് ഒരു പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കോഡ് ഓഫ് ഹമ്മുറാബിയിൽ നിന്ന് തുടങ്ങേണ്ടി വരും. അപ്പോൾ ഒന്നാമതായി നമുക്ക് കോഡ് ഓഫ് ഹമ്മുറാബിയെ കുറിച്ച് പറയാം. അതിൽ കാര്യമായ ഹ്യൂമൻ റൈറ്റ്സിന്റെ വസ്തുതകൾ ഇല്ലെങ്കിൽ പോലും ആദ്യത്തെ നിയമസംഹിത എന്നുള്ള നിലയിൽ അതിനെ സൂചിപ്പിക്കണം. രണ്ടാമതായി നമുക്ക് പറയാൻ പറ്റുന്നത് സൈറസ് സിലിണ്ടർ എന്ന് പറയും. മൂന്നാമതായി നമ്മളെല്ലാവരും വളരെ പ്രധാനപ്പെട്ട സംഗതിയായി മുന്നോട്ട് കാണിക്കുന്ന മാഗ്ന കാർട്ട, 1215 മാഗ്ന കാർട്ട. അതിനുശേഷം നമുക്ക് ഇംഗ്ലണ്ടിലെ തന്നെ 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. അതിനുശേഷം ഇംഗ്ലണ്ടിലെ തന്നെ ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് 1689 അത് വരുന്നത്. പിന്നെ നമുക്ക് പോകേണ്ടത് അമേരിക്കയിലേക്കാണ്. അമേരിക്കയിലേക്ക് പോകുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തുകൊണ്ട് വിർജീനിയ ഡിക്ലറേഷൻ 1776, അതുപോലെ തന്നെ 1776 US വിപ്ലവവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പിന്നീട് 1777 അമേരിക്കക്കാർ അഡോപ്റ്റ് ചെയ്യുന്ന അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് പറയേണ്ടി വരും. അതിനുശേഷം ഈ മാഗ്ന കാർട്ടയെയും ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സിനെയും അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെയും വിർജീനിയ ഡിക്ലറേഷനിൽ നിന്നുമെല്ലാം പിന്നെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഫ്രാൻസിൽ നടന്ന ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് സിറ്റിസൺസ് 1789 അത് ഈ ഹ്യൂമൻ റൈറ്റ്സിന്റെ മുന്നോടിയാണ് എന്ന് നമുക്ക് പറയാം.
അതിനുശേഷം വളരെ പ്രധാനമായി നമുക്ക് പറയേണ്ടത് 1791 US ബിൽ ഓഫ് റൈറ്റ്സ് ആണ്, അമേരിക്കയിലെ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ്. അതിനുശേഷം ലോകത്തെല്ലാം വളരെ വളർച്ച ഹ്യൂമൻ റൈറ്റ്സിന്റെ മേഖലയിൽ ഉണ്ടാക്കിയത് UN സ്ഥാപനമാണ്, അല്ലെങ്കിൽ UN ചാർട്ടറുകളാണ്. അതിനുശേഷം നമുക്ക് സൂചിപ്പിക്കേണ്ടത് 1948 നിലവിൽ വരുന്ന UDHR ആണ്. അതിനുശേഷം നമുക്ക് സൂചിപ്പിക്കേണ്ട 1966 നിലവിൽ വരുന്ന ICCPR അതുപോലെ തന്നെ ICESCR ഒക്കെയാണ്. അപ്പൊ ഇവ ഓരോന്നും എന്താണ് എന്ന് നമുക്ക് ചെറിയൊരു രീതിയിൽ പരിശോധിച്ചു പോകുന്നത് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമതായി നമുക്ക് കോഡ് ഓഫ് ഹമ്മുറാബിയെ കുറിച്ച് ചോദിച്ചാൽ ഒരു 3-4 സെന്റൻസ് എങ്ങനെ പറയാം എന്ന് നോക്കാം. കോഡ് ഓഫ് ഹമ്മുറാബിയിൽ യഥാർത്ഥത്തിൽ 282 നിയമങ്ങളാണ് നിലവിലുള്ളത്. അപ്പോൾ ഇത് ബാബിലോണിയൻ കിങ് ആയ ഹമ്മുറാബിയാണ് ഇതിനെ കോഡിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. അദ്ദേഹം ബാബിലോൺ ഭരിച്ചിരുന്നത് എന്ന് പറയുന്നത് 1792 BC മുതൽ 1750 BC വരെ എന്നുള്ളതാണ്. അപ്പൊ അതിന് പ്രധാനമായും നമുക്കതിനകത്ത് ഉണ്ടായിരുന്ന നിയമങ്ങൾ എങ്ങനെയൊക്കെ പറയാം. ഒന്ന്, അത് ചില സ്റ്റാൻഡേർഡ്സ് നിശ്ചയിച്ചു. സ്റ്റാൻഡേർഡ്സ് ഫോർ കൊമേഴ്സ്യൽ ഇന്ററാക്ഷൻസ് ആൻഡ് സെറ്റ് ഫൈൻസ് ആൻഡ് പണിഷ്മെന്റ്സ് ഓഫ് ജസ്റ്റിസ് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ ഈ ഹമ്മുറാബി കോഡ് നമ്മളെല്ലാവരും പറയും പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്നാണെങ്കിൽ പോലും അത് സമൂഹത്തിലെ ജനങ്ങൾക്കിടയിൽ ചില അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുന്നതിന് കാരണമായ ആദ്യകാല നിയമങ്ങളിൽ പെടുന്ന ഒന്നാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ പ്രധാനമായും പറഞ്ഞത് അതിനകത്ത് 282 റൂൾ ഉണ്ടായിരുന്നു. അത് കൊമേഴ്സ്യൽ ഇന്ററാക്ഷൻസിന് പ്രാധാന്യം കൊടുത്തു. അതുപോലെ തന്നെ ചില ശിക്ഷാ നടപടികളെയും പണിഷ്മെന്റിനെയും വ്യവസ്ഥ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമതായി നോക്കേണ്ടത് സൈറസ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. 539 BC-യിൽ 539 BC-യിൽ സൈറസ് എന്ന് പറഞ്ഞ അയാൾ യഥാർത്ഥത്തിൽ പേർഷ്യൻ കിങ് ആണ്. അങ്ങേര് കോൺകേർഡ് ദ സിറ്റി ഓഫ് ബാബിലോൺ, ബാബിലോൺ സിറ്റിയെ കീഴടക്കി. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഈ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തുടർന്ന് അദ്ദേഹം എടുത്ത നടപടിയാണ്. അദ്ദേഹം ബാബിലോൺ കീഴടക്കിയതിന് ശേഷം അദ്ദേഹം ചെയ്തത് ഹി ഫ്രീഡ് ദ സ്ലേവ്സ്, ഡിക്ലെയർഡ് ദാറ്റ് ഓൾ പീപ്പിൾ ഹാഡ് ദ റൈറ്റ് ടു ചൂസ് ദെയർ ഓൺ റിലിജിയൻ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് റേഷ്യൽ ഇക്വാളിറ്റി. അപ്പോൾ അദ്ദേഹം അവിടുത്തെ അടിമകളെ മോചിപ്പിച്ചു. അതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും അവരുടെ മതത്തിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് എന്നും എല്ലാ മനുഷ്യരും ഒരുപോലെ തുല്യരാണ് എന്നുള്ളത്, വംശീയമായി എല്ലാവരും തുല്യരാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഒരു കളിമൺ സിലിണ്ടറിൽ അദ്ദേഹം അക്കാഡിയൻ ലാംഗ്വേജിൽ രേഖപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ സൈറസ് സിലിണ്ടർ എന്നാണ് അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളെ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഏൻഷ്യന്റ് റെക്കോർഡിനെ ഇപ്പോ എന്ന് പറയുന്നത് ഫസ്റ്റ് റെക്കോർഡ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇത് UN-ന്റെ 6 ഒഫീഷ്യൽ ലാംഗ്വേജസിലേക്കും അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനങ്ങളെ, സ്ലേവ്സിനെ ഫ്രീ ചെയ്തതും എല്ലാവർക്കും മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും എല്ലാവർക്കും റേഷ്യലായി എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറയുന്നതെല്ലാം UN അംഗീകരിച്ച 6 ഭാഷകളിലേക്കും പകർത്തി എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട സംഗതി. ഇനി മൂന്നാമതായി നമുക്ക് നോക്കേണ്ടത് മാഗ്ന കാർട്ടയെ കുറിച്ചാണ്. മാഗ്ന കാർട്ടയെ ഗ്രേറ്റ് ചാർട്ടർ എന്നും അറിയപ്പെടാറുണ്ട്. അപ്പൊ മാഗ്ന കാർട്ടയെ കുറിച്ച് നമുക്കറിയാം, ഇംഗ്ലണ്ടിലാണ് ഇത് നടക്കുന്നത്. അപ്പോ ഇംഗ്ലണ്ടില് പലതരത്തിലുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യം വകവച്ചു കൊടുക്കുന്ന തരത്തിൽ ആദ്യമായി രേഖപ്പെടുത്തുന്ന ഒരു ചാർട്ടറാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ഇറ്റ് ഗ്യാരണ്ടീസ് ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ ലിബർട്ടീസ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇതിന്റെ സംഗതി. ഇത് ഒപ്പുവെക്കുന്നത് എന്ന് പറയുന്നത്, ഈ മാഗ്ന കാർട്ട ഒപ്പുവെക്കുന്നത് കിങ് ജോൺ ഓൺ ജൂൺ 15, 1215 ആണ്. അപ്പൊ 1215 ജൂൺ 15 ഇംഗ്ലണ്ടിലെ കിങ് ജോൺ ആണ് ഈ കരാറ് ഒപ്പുവെക്കുന്നത്. അത് ഡ്രാഫ്റ്റ് ചെയ്യുന്ന റണ്ണി മേഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. അപ്പൊ അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, നോ ഫ്രീ മാൻ ഷാൽ ബി സീസ്ഡ് എക്സെപ്റ്റ് ബൈ ദി ലോ ഓഫ് ജഡ്ജ്മെന്റ് ഓൺ ദ ബേസിസ്
ഓഫ് ദി ലോ ഓഫ് ദി ലാൻഡ്. അപ്പോൾ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി വിധിന്യായം കേട്ടതിന് ശേഷം മാത്രമേ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാവൂ എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതായത് നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന വാക്ക് ഡ്യൂ പ്രോസസ് ആൻഡ് ഇക്വാളിറ്റി ബിഫോർ ലോ അത് അംഗീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അടുത്തതിനകത്ത് നമുക്ക് സൂചിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട അവകാശം എന്ന് പറയാൻ റൈറ്റ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഫ്രീ ട്രയൽ. ഇപ്പൊ രാജാവിന്റെ ഇടപെടലില്ലാതെ കൃത്യമായ ന്യായ വിചാരണയോടുകൂടി നീതി ലഭ്യമാക്കണം എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി. അതുപോലെ തന്നെ രാജ്യത്തിലെ നേതാക്കന്മാരെല്ലാവരും തന്നെ ലീഡേഴ്സ് മസ്റ്റ് ഒബേ ദി ലോ, എല്ലാവരും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതും അതിന്റെ പ്രധാനപ്പെട്ട സംഗതിയായി പറഞ്ഞു. പിന്നെ മത സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു സംഗതി. ദി റൈറ്റ് ഓഫ് ദി ചർച്ച് ടു ബി ഫ്രീ ഫ്രം ഗവൺമെന്റൽ ഇന്റർവെൻഷൻ. ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഇല്ലാതെ തന്നെ മതം പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം, അല്ലെങ്കിൽ ചർച്ച നടത്തിക്കൊണ്ടുപോകാനുള്ള, മതസ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള അവകാശം മാഗ്ന കാർട്ട വകവച്ചു കൊടുത്തു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അവകാശം ഇതിനകത്ത് വകവച്ചു കൊടുത്തത് സിറ്റിസൺസിന് ടു ഓൺ ആൻഡ് ഇൻഹെറിറ്റ് പ്രോപ്പർട്ടി ആൻഡ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം എക്സസീവ് ലെവീസ്. അപ്പോൾ ജനങ്ങൾക്ക് സ്വത്ത് സമ്പാദിക്കുവാനും അത് അനന്തരമായി കൈമാറാനും തൻ്റെ തലമുറകളിലേക്ക് കൈമാറുവാനും ഉള്ള അവകാശവും അതുപോലെ തന്നെ എക്സസീവ് ടാക്സിൽ നിന്ന് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും ഇതിനകത്ത് വ്യവസ്ഥ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അന്ന് നിലനിന്നത് ഇറ്റ് ഫോർബിഡ്സ് ബ്രൈബറി ആൻഡ് ഒഫീഷ്യൽ മിസ്കണ്ടക്ട്. അത് കൈക്കൂല്യം നിരോധിക്കുകയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ദുഷ്ഭരണത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ 1215 മാഗ്ന കാർട്ട യഥാർത്ഥത്തിൽ പിന്നീട് വന്ന പല മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി മാറി എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യങ്ങളെല്ലാം ഒന്ന് സൂചിപ്പിക്കുക എന്നുള്ളതാണ്. മാഗ്ന കാർട്ടയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒന്നാമതായി ഓർത്തിരിക്കേണ്ടത് അതിനെ ഗ്രാറ്റ് ചാർട്ടർ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ അത് ഇംഗ്ലീഷുകാർക്ക് പൊളിറ്റിക്കൽ ലിബർട്ടീസ് ഗ്യാരണ്ടി ചെയ്യുന്ന ആദ്യത്തെ ഒരു ചാർട്ടറാണ്. അത് സൈൻ ചെയ്യുന്നത് കിങ് ജോൺ ആണ്. അത് ഡ്രാഫ്റ്റ് ചെയ്യുന്ന റണ്ണിമേഡിൽ വെച്ചാണ്. അതിനകത്ത് പറയുന്ന ഒന്നാമത്തെ കാര്യം ഡ്യൂ പ്രോസസ് ആൻഡ് ഇക്വാളിറ്റി ബിഫോർ ലോ അംഗീകരിച്ചു കൊടുത്തുള്ളതാണ്. രണ്ടാമതായി റൈറ്റ്സ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഫ്രീ ട്രയൽ അംഗീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ലീഡേഴ്സ് നിയമത്തിനെ അനുസരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്. അതുപോലെ തന്നെ മതകാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് രാഷ്ട്രം ഇടപെടാതിരിക്കണമെന്നുള്ള അവകാശം അംഗീകരിച്ചു എന്നുള്ളതാണ്. ജനങ്ങൾക്ക് സ്വത്ത് സമ്പാദിക്കാനും അത് തൻ്റെ തലമുറകളിലേക്ക് കൈമാറാനും അതുപോലെ തന്നെ അന്യായമായ നികുതിയിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള അവകാശമുണ്ട് എന്നത് അംഗീകരിച്ചു കൊടുത്തു. അതുപോലെ കൈക്കൂലിയെയും ഒഫീഷ്യൽ ഉദ്യോഗസ്ഥന്മാരുടെ അനാവശ്യ ഇടപെടലുകളെയും മോശമായ പെരുമാറ്റത്തെയും അത് തടയുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട സംഗതി. ഇനി നമുക്ക് സൂചിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് 1689 1628 ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്നാണ്. ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് അല്ല, പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് 1628. അതാണ് ആദ്യം പറയേണ്ടത്, എന്നിട്ട് ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് പറയാം. അപ്പോൾ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് 1628 അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചാൾസ് ഫസ്റ്റ് എന്ന് പറയുന്ന രാജാവാണ് അത് ഒപ്പുവെക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിന് മേധാവിത്വം ലഭിക്കുന്ന തരത്തിലേക്ക് ജനങ്ങളുടെ അവകാശം കൂടുതൽ ബ്രിട്ടീഷ് പാർലമെന്റ് വഴി കിട്ടുന്ന തരത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് തയ്യാറാക്കുന്നത് എഡ്വാർഡ് കോക്ക് എന്ന് പറയുന്ന പ്രഭുവാണ്. എഡ്വാർഡ് കോക്ക്. അപ്പോൾ അതിൽ പ്രധാനമായും പാസ്സാക്കിയ ഒരു 3-4 അവകാശങ്ങൾ എന്ന് പറയുന്നത് നോ ടാക്സസ് വിത്തൗട്ട് ദി കൺസെന്റ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ അംഗീകാരം കൂടാതെ ഒരു നികുതിയും ഏർപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ വ്യവസ്ഥ. രണ്ടാമതായി നോ സബ്ജക്ട് മേ ബി അറസ്റ്റഡ് വിത്തൗട്ട് കേസ് ഷോൺ, അതായത് ഹേബിയസ് കോർപ്പസ്. ഒരാളിന് കാരണം കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമതായി പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം. മൂന്നാമതായി നോ സോൾജേഴ്സ് മേ ബി കോർട്ടഡ് അപ്പോൺ സിറ്റിസൺസ്. അപ്പോൾ സമാധാന കാലഘട്ടത്തിൽ സോൾജേഴ്സിനെ തങ്ങളുടെ അടുത്ത് സ്ഥാപിക്കണം, തങ്ങളുടെ അടുത്ത് താമസിപ്പിക്കണമെന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി മൂന്നാമതായി പറഞ്ഞത്. നാലാമതായി മാർഷ്യൽ ലോ മേ നോട്ട് ബി യൂസ്ഡ് ഇൻ ടൈം ഓഫ് പീസ്. മാർഷ്യൽ ലോ
സൈനിക നിയമങ്ങൾ സമാധാന കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നാലാമതായി പറഞ്ഞത്. അപ്പോൾ പെറ്റീഷൻസ് ഓഫ് റൈറ്റ്സ് 1628 പ്രകാരം ചാൾസ് ഫസ്റ്റ് കിങ് എന്ന് പറയുന്ന രാജാവിനാണ് അത് ഒപ്പുവെക്കേണ്ടുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട സംഗതി. ഇത് തയ്യാറാക്കുന്നത് എഡ്വേർഡ് കോക്കാണ്. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന ചില സംഗതികളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നോ ടാക്സസ് വിത്തൗട്ട് ദി കൺസെന്റ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ അനുവാദം കൂടാതെ യാതൊരു നികുതിയും പാസ്സാക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരാളിനെയും കാരണം കാണിക്കാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതാണ് പിന്നീട് ഹേബിയസ് കോർപ്പസ് എന്നായി മാറുന്നത്. പിന്നെ സമാധാന കാലഘട്ടങ്ങളിൽ നമ്മുടെ സോൾജേഴ്സിനെ നമ്മളോടൊപ്പം അല്ലെങ്കിൽ കുടുംബങ്ങളിലേക്ക് താമസിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജനങ്ങൾ പുലർത്തണമെന്ന് പറയുന്നതിനെ തടുത്തു. നാലാമതായി മാർഷ്യൽ ലോ സമാധാന കാലഘട്ടത്തിൽ പ്രഖ്യാപിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് 1689 ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഗ്ലോറിയസ് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ് ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് വരുന്നത്. അപ്പോൾ ഗ്ലോറിയസ് റെവല്യൂഷൻ നടക്കുന്ന 1688 1689 കാലഘട്ടത്തിന് ശേഷം അന്ന് നിലനിന്നിരുന്ന രാജാവായ ജെയിംസ് രണ്ടിനെ ജനങ്ങൾ പുറത്താക്കി. ഊസ്റ്റഡ് കിങ് ജെയിംസ് II. അപ്പോൾ ആഫ്റ്റർ ഗ്ലോറിയസ് റെവല്യൂഷൻ അന്നുണ്ടായിരുന്ന രാജാവായ കിങ് ജെയിംസ് രണ്ടിനെ ജനങ്ങൾ പുറത്താക്കി. അതിനുശേഷം വന്ന വില്യം മൂന്നും മേരി രണ്ടെന്ന് പറയുന്നത് ജെയിംസിന്റെ മകളാണ്. അവരുടെ ഭർത്താവായ വില്യം മൂന്നും കൂടെ ചേർത്ത് 1689 സൈൻ ചെയ്ത മറ്റൊരു നിയമമാണ് ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗേവ് സ്പെസിഫിക് ആൻഡ് സിവിൽ സ്പെസിഫിക് കൺസിഡറേഷൻ ആൻഡ് സിവിൽ റൈറ്റ്സ് ആൻഡ് ഗേവ് പാർലമെന്റ് പവർ ഓവർ മൊണാർക്കി. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് പ്രത്യേകിച്ച് അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയും പാർലമെന്റിന് രാജാധിപത്യത്തിനേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ ഈ ചാർട്ടറുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശങ്ങളെ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിൽ ഒരു 13 ആർട്ടിക്കിൾസ് ഔട്ട്ലൈൻ ചെയ്തിരുന്നു. 13 ആർട്ടിക്കിൾസിൽ കുറച്ച് സ്പെസിഫിക് ഫ്രീഡംസ് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഫ്രീഡം ടു എലക്ട് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് വിത്തൗട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് കിങ്. രാജാവിന്റെ ഇടപെടലുകൾ ഇല്ലാതെ തന്നെ തങ്ങളുടെ പ്രതിനിധിയെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കാനുള്ള അവകാശം വേണത് എന്നുള്ളതാണ് ഒന്നാമത്തെ അവകാശം. രണ്ടാമതായി ഫ്രീഡം ഓഫ് സ്പീച്ച്, സംസാരിക്കാനുള്ള അവകാശം അത് വകവെച്ചു കൊടുത്തു. ഫ്രീഡം ഓഫ് ലോ ഫ്രം കിങ്, അതായത് നിയമവാഴ്ച രാജാവിൽ നിന്ന് വ്യത്യസ്തമാക്കി പ്രത്യേകിച്ച് തന്നെ നിലനിൽക്കണം എന്നുള്ള തരത്തിലേക്ക് അത് നിയമം കൊണ്ടുവന്നു. ഫ്രീഡം ഫ്രം അൺയൂഷ്വൽ പണിഷ്മെന്റ്, അപ്പോൾ കിരാതമായ ശിക്ഷാരീതികളിൽ നിന്ന് മോചനം അത് പ്രഖ്യാപിച്ചു. ഫ്രീഡം ഫ്രം ടാക്സേഷൻ വിത്തൗട്ട് ദി അപ്രൂവൽ ഓഫ് പാർലമെന്റ്, അപ്പോൾ പാർലമെന്റിന്റെ അപ്രൂവൽ ഇല്ലാതെ നികുതി ചുമത്തുന്നതിനെ അത് തടഞ്ഞു. ഫ്രീഡം ഓഫ് ഫൈൻ ആൻഡ് ഓൾ ഫോർഫീച്ചർ വിത്തൗട്ട് ട്രയൽ, അപ്പോൾ വിചാരണയില്ലാതെ ശിക്ഷാ നടപടികൾ എടുക്കുന്നതും വസ്തുവകകൾ കണ്ടെത്തുന്നതിനെയും അത് തടഞ്ഞു എന്നുള്ളതാണ് ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സിലെ മറ്റൊരു വ്യവസ്ഥ. പിന്നെ പറഞ്ഞത് ഫ്രീഡം ഫ്രം ആർമീസ് ഡ്യൂറിങ് ഫ്രീ ടൈം. ഇപ്പോൾ ഡ്യൂറിങ് ഫ്രീ ടൈം അല്ല, ഡ്യൂറിങ് പീസ് ടൈം, അതായത് സമാധാന കാലഘട്ടത്തിൽ സേനയെ നമ്മൾ സംരക്ഷിക്കണം അല്ലെങ്കിൽ സേനയെ നമ്മൾ പുലർത്തണം എന്നുള്ള കാര്യത്തിൽ നിന്ന് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം എന്നുള്ളതാണ് ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് 1689 പറയുന്ന മറ്റൊരു കാര്യം. അപ്പോൾ ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് 1689 ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഗ്ലോറിയസ് റെവല്യൂഷന് ശേഷം അന്നുണ്ടായിരുന്ന രാജാവ് കിങ് ജെയിംസ് രണ്ടാമനെ പുറത്താക്കി. അതിനുശേഷം വന്ന വില്യം മൂന്നും മേരി രണ്ടും കൂടെ ചേർന്നിട്ടാണ് 1689 ഈ ബില്ല് സൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഇംഗ്ലീഷുകാർക്ക് ചില സിവിൽ ലിബർട്ടീസ് അംഗീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. കൂടാതെ പാർലമെന്റിന് കൂടുതൽ അധികാരം രാജവാഴ്ചയ്ക്ക് മേൽ ലഭിച്ചു എന്നുള്ളതാണ്. 13ഓളം ആർട്ടിക്കിൾസ് സ്പെസിഫിക് സ്വാതന്ത്ര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഇതിനകത്തുണ്ടായിരുന്നു. അതായത് നമ്മുടെ എംപിമാരെ തിരഞ്ഞെടുക്കുന്നതിന് ഒരിക്കലും രാജാവിന്റെ ഇടപെടൽ വരാൻ പാടില്ല. പിന്നെ സംസാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അംഗീകരിച്ചു കൊടുത്തു. രാജാവിന്റെ ഇടപെടലില്ലാതെ നിയമവാഴ്ച നടത്തുന്നതിനുള്ള അവകാശം കിട്ടി. ഫ്രീഡം ഫ്രം അൺയൂഷ്വൽ പണിഷ്മെന്റ് അവർക്ക് കിട്ടി. ഫ്രീഡം ഫ്രം ടാക്സേഷൻ വിത്തൗട്ട് ദി അപ്രൂവൽ ഓഫ് പാർലമെന്റ് കിട്ടി. ഫ്രീഡം ഫ്രം ഫൈൻ ആൻഡ് ഓൾ ഫോർഫീച്ചർ വിത്തൗട്ട് ട്രയൽ, അപ്പോൾ ട്രയൽ ഇല്ലാതെ വസ്തുക്കൾ കണ്ടുകെട്ടുന്നതിനെയും ഫൈൻ അടിക്കുന്നതിനെയും ഒക്കെ എതിർത്തു. അതുപോലെ തന്നെ ഫ്രീഡം ഫ്രം
ആർമീസ് ഡ്യൂറിങ് പീസ് ടൈം. സമാധാന കാലഘട്ടത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ആർമി കടന്നു വരുന്നതിനെയും ഇത് എതിർത്തു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് വെർജീനിയ ഡിക്ലറേഷൻ 1776 വെർജീനിയ ഡിക്ലറേഷൻ, ഇത് യഥാർത്ഥത്തിൽ ഈ വെർജീനിയ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് കാരണമായ ഒരു പ്രഖ്യാപനമാണ്. അമേരിക്കയിൽ 13 കോളനികൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ടാണല്ലോ അമേരിക്ക തന്നെ ഉണ്ടായത്, അല്ലെങ്കിൽ US തന്നെ ഉണ്ടായത്. അപ്പം അതിനാദ്യമായി കാരണമാകുന്നത് ജൂൺ 1776 ജൂൺ 12 വെർജീനിയ ഡിക്ലറേഷനാണ്. യഥാർത്ഥത്തിൽ ഈ വെർജീനിയ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ജോർജ് മാസൺ എന്ന് പറയുന്ന GEORGEMASON ജോർജ് മാസൺ എന്ന് പറയുന്ന ഒരാളുടെ വർക്കാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്, മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ, ഓൾ മെൻ ആർ ബൈ നേച്ചർ ഈക്വലി ഫ്രീ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഹാവ് സർട്ടൻ ഇൻഹറന്റ് റൈറ്റ്സ് എന്നാണ് അതിൽ ഒന്നാമതായി പറയുന്നത്. എല്ലാവരും പ്രകൃതിപരമായി തുല്യരാണ്, അതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും ചില അന്തർലീനമായ അവകാശങ്ങളുണ്ട്, എടുത്തു മാറ്റാൻ കഴിയാത്ത അവകാശങ്ങളുണ്ട്. രണ്ടാമതായി നമ്മൾ ഓർത്തിരിക്കേണ്ട ഏതൊക്കെയാണ് ആ റൈറ്റ്സ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചതെന്നാണ്. ദീസ് റൈറ്റ്സ് ആർ: ഒന്ന് ലൈഫ്, ജീവിക്കാനുള്ള അവകാശം; സ്വാതന്ത്ര്യം, ലിബർട്ടിക്കുള്ള അവകാശം; ആൻഡ് അക്വയറിംഗ് ആൻഡ് പൊസസിങ് പ്രോപ്പർട്ടി, മൂന്നാമതായി സ്വത്ത് സമ്പാദിക്കുവാനും അത് കൈവശം വെച്ചിരിക്കുവാനുള്ള അവകാശം; ആൻഡ് ഒബ്റ്റൈനിങ് ഹാപ്പിനെസ് ആൻഡ് സേഫ്റ്റി, അതുപോലെ തന്നെ സന്തോഷവും സുരക്ഷിതത്വവും നേടാനുമുള്ള അവകാശം ഈ വെർജീനിയ ഡിക്ലറേഷനിൽ ജോർജ് മാസൺ എഴുതി തയ്യാറാക്കി. ഇനി അത് കൂടാതെ അതിനകത്ത് പറഞ്ഞ മറ്റു ചില സംഗതികൾ എന്ന് പറയുന്നത്, നാലാമതായി ഫ്രീഡം ഓഫ് പ്രസ്, പത്രസ്വാതന്ത്ര്യം അത് വകവയ്ക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്രീ എക്സസൈസ് ഓഫ് റിലിജിയൻ, മതസ്വാതന്ത്ര്യം അത് പറഞ്ഞു. നോ മാൻ ബി ഡിപ്രൈവ്ഡ്, ലോ ഓഫ് ദി ലാൻഡ് ഓഫ് ഹിസ് ലിബർട്ടി എക്സെപ്റ്റ് ബൈ ജഡ്ജ്മെന്റ് ഓഫ് ദ പീഴ്സ്, അതായത് ഒരു മനുഷ്യന്റെയും സ്വാതന്ത്ര്യത്തെ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയിലെ ട്രയൽ കൂടാതെ കളയാൻ പറ്റുകയില്ല എന്നുള്ള അതിമനോഹരമായ വ്യവസ്ഥകൾ വെർജീനിയ ഡിക്ലറേഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെർജീനിയ ഡിക്ലറേഷനാണ് അടുത്ത് നമ്മൾ നോക്കേണ്ടത്. ജൂൺ 12, 1776 അത് നിലവിൽ വരുന്നത്. അത് ആരുടെ വർക്കിലുമായി ബന്ധപ്പെട്ടാണ് വെർജീനിയ ഡിക്ലറേഷൻ വരുന്നത്? അതിന്റെ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നത് ജോർജ് മാസൺ എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ അതിനകത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട സംഗതിയാണ്, മനുഷ്യരെല്ലാവരും ജനിക്കുമ്പോൾ തന്നെ ചില അവകാശങ്ങളോട് കൂടി ജയിക്കുന്നു. ആ അവകാശങ്ങൾ എന്ന് പറയുന്നത് ലൈഫും ലിബർട്ടിയും പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഹാപ്പിനെസ് ഒബ്റ്റെയിൻ ചെയ്യാനും സേഫ്റ്റി നിലനിർത്താനുള്ള അവകാശങ്ങളാണ്. ഫ്രീഡം ഓഫ് പ്രസ് അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ മതവിശ്വാസം പുലർത്താനുള്ള അവകാശമുണ്ട്. അതുപോലെ ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നിയമവാഴ്ച കൂടാതെ പുറത്തു കളയാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട സംഗതി. ഇനി മനുഷ്യാവകാശ ചരിത്രത്തിൽ വളരെ പ്രധാനമായി നമ്മൾ ഓർത്തിരിക്കേണ്ട അടുത്തൊരു ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. യഥാർത്ഥത്തിൽ ഇത് നടക്കുന്നത് ഓൺ ജൂലൈ 4, 1776 ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. അപ്പൊ ജൂലൈ 4, 1776 ഫിലാഡൽഫിയയിൽ വെച്ചാണ് US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്കറിയാം. എന്നാലും നമുക്ക് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കുമ്പോൾ 13 കോളനീസ് റിഗാർഡഡ് ദംസെൽസ് ഇൻഡിപെൻഡന്റ് സോവറിൻ സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ ഭാഗമായിരുന്ന 13 അമേരിക്കൻ കോളനികൾ അവർ തന്നെ സ്വതന്ത്രമായി ഞങ്ങൾ പരമാധികാര രാഷ്ട്രങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു അവകാശ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, ഈക്വൽ റൈറ്റ്സ് ഫോർ എവരി പേഴ്സൺ, എല്ലാ ആളുകൾക്കും. അന്നെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരും ഉണ്ടായിരുന്നു, വെള്ളക്കാരും ഉണ്ടായിരുന്നു, അമേരിക്കൻ റെഡ് ഇന്ത്യൻസ്, അമേരിക്കയിൽ കുടിയേറി പാർത്ത, അങ്ങനെ പല ആളുകളും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപോലുള്ള അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈക്വൽ റൈറ്റ്സ് ഫോർ എവരി പേഴ്സൺ. ഏതൊക്കെ റൈറ്റ്സ് ആണുള്ളത്? റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. അപ്പൊ അന്ന് പറഞ്ഞിരുന്നത് റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ഇനി രണ്ടാമതായിട്ട് പറഞ്ഞത് ദ മെയിൻ ബിസിനസ് ഓഫ് ഗവൺമെന്റ് ടു പ്രൊട്ടക്ട് ദീസ് ബേസിക് റൈറ്റ്സ്. അപ്പോൾ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണെന്നാണ് US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ പറയുന്ന മറ്റൊരു സംഗതി.
മൂന്നാമത്തത് എന്ന് പറയുന്നത്, ഇഫ് എ ഗവൺമെന്റ് ട്രൈസ് ടു വിത്ത്ഹോൾഡ് ദീസ് റൈറ്റ്സ്, ദ പീപ്പിൾ ആർ ഫ്രീ ടു റിവോൾട്ട് ആൻഡ് സെറ്റ് അപ്പ് എ ന്യൂ ഗവൺമെന്റ് എന്നും കൂടി ഈ അവകാശ പ്രഖ്യാപനത്തിൽ പറയുകയാണ്. ഇഫ് എ ഗവൺമെന്റ്, ഒരു ഗവൺമെന്റ് എപ്പോഴെങ്കിലും ജനങ്ങളുടെ അവകാശങ്ങളെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള ഗവൺമെന്റിനെതിരെ സമരം ചെയ്യാനും അവരെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഗവൺമെന്റ് സ്ഥാപിക്കുവാനുമുള്ള അവകാശം ഉണ്ട് എന്നും അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ പറയുന്നു. പിന്നെ പറയുന്ന സംഗതി എന്ന് പറയുന്നത് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. ഈ ഒരു പേരിലാണല്ലോ നമ്മൾ അമേരിക്കൻ റെവല്യൂഷനെ തന്നെ അറിയുന്നത്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. പാർലമെന്റിന്റെ പ്രാതിനിധ്യമില്ലാതെ, അല്ലെങ്കിൽ പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലാതെ ജനങ്ങൾക്ക് മേൽ നടപ്പിലാക്കുന്ന നികുതികളൊന്നും കൊടുക്കാൻ ജനങ്ങൾ ബാധ്യസ്ഥരല്ല എന്നും കൂടി US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിലൂടെ പറയും. അപ്പൊ US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമായി മുന്നിൽ നിന്ന ആള് നമുക്കറിയാം തോമസ് ജെഫേഴ്സൺ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ജോൺ ആഡംസ് ഉണ്ടായിരുന്നു. അപ്പൊ തോമസ് ജെഫേഴ്സൺ ആണ് ഇത് തയ്യാറാക്കിയത്, ഇത് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തത്. അതിൽ ചില മാറ്റങ്ങളെല്ലാം വരുത്തിയ പ്രധാനപ്പെട്ട ആളാണ് ഒന്ന് തോമസ് ജെഫേഴ്സന്റെ കൂടൊപ്പം ഉണ്ടായിരുന്ന ജോൺ ആഡംസ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, റോജർ ഷെർമാൻ, റോബർട്ട് ആർ ലിവിങ്സ്റ്റൺ തുടങ്ങിയ ആളുകളെല്ലാം ചേർന്നിട്ടാണ് US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് തയ്യാറാക്കിയത്. അപ്പോൾ US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ജൂലൈ 4, 1776 ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. 13 കോളനീസ്, ബ്രിട്ടന്റെ ഭാഗമായിരുന്ന 13 കോളനീസ് സ്വതന്ത്രമായി പ്രഖ്യാപിച്ചു. അപ്പോൾ അതിന് ഫ്രഞ്ചിന്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആ യുദ്ധത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി വാഷിംഗ്ടൺ നേതൃത്വം നൽകി എന്നുള്ള കാര്യവും, ഈ കോളനീസ് ഒരുപക്ഷെ സ്വതന്ത്രമാകുകയായിരുന്നില്ലെങ്കിൽ ഇവരെല്ലാം രാജ്യദ്രോഹ കുറ്റത്തിന് ഈ നേതാക്കന്മാരെ എല്ലാം ജയിലിലടയ്ക്കും എന്നുള്ള കാര്യമെല്ലാം അറിയാം. വളരെ പ്രധാനപ്പെട്ട, ലോകത്തിന് പുളകം കൊള്ളിച്ച ഒരു സമരമായിരുന്നു യഥാർത്ഥത്തിൽ US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസും US-ലെ ആ സമരവും എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പ്രധാനമായി അടങ്ങിയിരുന്നത് നാച്ചുറൽ റൈറ്റ്സ്. നാച്ചുറൽ റൈറ്റ്സിനെ എല്ലാ മനുഷ്യർക്കും നാച്ചുറൽ റൈറ്റ്സ് ഉണ്ട് എന്നും അത് ലൈഫും ലിബർട്ടിയും പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ആണ് എന്നും ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഈ അവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണെന്നും ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇതിനെതിരായി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ഗവൺമെന്റിനെ അട്ടിമറിച്ച് പുതിയ ഗവൺമെന്റിനെ സ്ഥാപിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് എന്നും, പിന്നെ ജനങ്ങളുടെ പ്രാതിനിധ്യമില്ലാതെ ചുമത്തുന്ന ടാക്സുകൾ കൊടുക്കാൻ ജനങ്ങൾ ബാധ്യസ്ഥരല്ല എന്നുള്ളൊക്കെ കാര്യമാണ് US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ പ്രധാനമായും നോക്കേണ്ടത് ഫ്രഞ്ച് റവല്യൂഷനാണ്. ഫ്രഞ്ച് റവല്യൂഷനിൽ പ്രധാനമായും നമുക്കറിയാം, ഫ്രഞ്ച് റവല്യൂഷനിലെ പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്? വോൾട്ടയർ, മൊണ്ടസ്ക്യൂ, റൂസോ തുടങ്ങിയ ആളുകളാണ് ഈ ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടാകുന്നതിന് കാരണമായ പ്രധാനപ്പെട്ട ആളുകൾ. ഇത് മാത്രമല്ല ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടാകുന്നതിന് കാരണം 1215 മാഗ്ന കാർട്ട, അതിനുശേഷം അവിടെ വന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ഇംഗ്ലണ്ടിൽ വന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, അതിനുശേഷം ഇംഗ്ലണ്ടിൽ വരുന്ന ബിൽ ഓഫ് റൈറ്റ്സ്, അതിനുശേഷം പിന്നെ US-ൽ ഉണ്ടാകുന്ന പിന്നെ വെർജീനിയ ഡിക്ലറേഷൻ, അതുപോലെ തന്നെ US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇതെല്ലാം ഫ്രഞ്ച് റവല്യൂഷനെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഈ ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന പ്രധാനപ്പെട്ട വർഷം എന്ന് പറയുന്നത് 1789-ലാണ്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ ലോകത്തിന് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട മനുഷ്യാവകാശ സംഗതികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിൽ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി തുടങ്ങിയ 3 വാചകങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഒത്തിരി പറയാനുണ്ട്. പക്ഷെ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ ഹ്യൂമൻ റൈറ്റ്സിനുമായി ബന്ധപ്പെട്ട് ഇതിലെന്തൊക്കെ പറയണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി തുടങ്ങിയ 3 ആശയങ്ങൾ ലോകത്തിന് മുന്നിലേക്ക് സമർപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട, ലോകത്തിനെ പുളകം കൊള്ളിച്ച ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫ്രീഡം, അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു സംഗതിയാണ് ഫ്രീഡം ഫ്രം ഒപ്രഷൻ ബൈ ദി സ്റ്റേറ്റ്. അപ്പൊ രാഷ്ട്രം ആരെയും അടിച്ചമർത്താൻ പാടില്ല എന്നുള്ളതാണ് അതിനകത്ത് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി. അവർ ഫ്രഞ്ച് റവല്യൂഷൻ ദേശീയതയെ ഉദ്ഘോഷിക്കുന്നുണ്ട്. പക്ഷെ ദേശീയത എങ്ങനെയാണ് അവർ ഉദ്ഘോഷിക്കുന്നത്? നാഷണലിസം വിത്ത് ലവ് ആൻഡ് കൺസേൺ ഫോർ വൺസ് ഫെല്ലോ സിറ്റിസൺസ്. പരസ്പരം അടികൂടുന്ന, അല്ലെങ്കിൽ മറ്റേ വംശം, ഈ വംശം, ആ മതം, ഈ മതം എന്നൊന്നും പറയാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടുകൂടി കഴിയുന്ന ജനങ്ങളുള്ള ഒരു ദേശീയതയാണ് യഥാർത്ഥത്തിൽ ഫ്രഞ്ച് റവല്യൂഷൻ മുന്നോട്ട് വെച്ചത്. പിന്നെ ഫ്രഞ്ച് റവല്യൂഷൻ മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി പോപ്പുലർ സോവറിറ്റി എന്ന് പറയുന്നതാണ്. പോപ്പുലർ സോവറിറ്റി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പരമാധികാരം. റൂസോയൊക്കെ അതിനു വേണ്ടിയിട്ട് ഒത്തിരി
കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പോപ്പുലർ സോവറിറ്റി, ഗവൺമെന്റ് എപ്പോഴും ജനങ്ങളുടേതായിരിക്കണം. അപ്പൊ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന, രാജവാഴ്ച ഇല്ലാത്ത, ജനങ്ങളോട് കമ്മിറ്റഡ് ആയിട്ടുള്ള, ജനങ്ങളോട് സന്ധി ചെയ്ത ഗവൺമെന്റ് ആയിരിക്കണം ജനങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ അവരെ അട്ടിമറിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. അതുപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ മുന്നോട്ട് വെച്ച മറ്റൊരു സംഗതിയാണ്, ഫ്രഞ്ച് റവല്യൂഷൻ വാണ്ട്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ടു കട്ട് ആർബിട്രറി ഇന്റൻഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ഗവൺമെന്റ്. അപ്പോൾ ഈ ഫ്രഞ്ച് റവല്യൂഷൻ പ്രധാനപ്പെട്ടമായി ബാധിച്ച മറ്റൊരു പ്രധാന സംഗതി എന്ന് പറയുന്നത് ഏതായിരുന്നു? ഒന്ന്, കോൺസ്റ്റിറ്റ്യൂഷണൽ, ഭരണഘടനാപരമായ ഗവൺമെന്റ് വരണമെന്നും, ഈ ഭരണഘടനാപരമായ ഗവൺമെന്റ് വരുന്നത് യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ തന്നിഷ്ടപ്രകാരമുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനാണ് എന്നും പിന്നെ ഫ്രഞ്ച് റവല്യൂഷൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. പിന്നെ അത് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചുറൽ റൈറ്റ്സ്, ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി. അപ്പോൾ ജീവിക്കാനുള്ള അവകാശം, തുല്യതയ്ക്കുള്ള അവകാശം, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം, ഇതെല്ലാം പ്രധാനപ്പെട്ട സംഗതികളാണ് എന്ന് ജനങ്ങളോട്, ലോകത്തിനോട് വിളിച്ചു പറഞ്ഞ മറ്റൊരു സംഗതിയാണ് ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺസ് 1789 ഈ പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ആവശ്യം പോലെ മെറ്റീരിയൽ കിട്ടും, അതുകൊണ്ട് ഇത്രയും ചുരുക്കി പറയുകയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് US ബിൽ ഓഫ് റൈറ്റ്സ്. അത് യഥാർത്ഥത്തിൽ 1789 ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിലും US ബിൽ ഓഫ് റൈറ്റ്സ് അമേരിക്കൻ പ്രതിനിധി സഭ അംഗീകരിക്കുന്നത് 1791. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ 10 അമെൻമെന്റുകളെ, ആ അമേരിക്കൻ ഭരണഘടനയിൽ ഉണ്ടായി 12 അമെൻമെന്റുകൾ ഉണ്ടായി, അതിൽ 10 അവർ അംഗീകരിച്ചു. അതിലെ ആദ്യത്തെ 10 അമെൻമെന്റുകളാണ് ഈ US ബിൽ ഓഫ് റൈറ്റ്സ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ആദ്യമുണ്ടായ 10 ഭേദഗതികൾ അവരുടെ കോൺഗ്രസ് അംഗീകരിക്കുന്നത് ഡിസംബർ 15, 1791. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഫ്രീഡം ഓഫ് റിലിജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഫ്രീഡം ഓഫ് പ്രസ്, അത് നമുക്കറിയാം, പത്രസ്വാതന്ത്ര്യത്തിനും അഭിപ്രായ പ്രകടനത്തിനുമുള്ള അവകാശം. ഫ്രീഡം ഓഫ് അസംബ്ലി, സമ്മേളിക്കുവാനുള്ള അവകാശം. റൈറ്റ് ടു ബിയർ ആംസ്, അത് ഇന്നൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് നമുക്ക് തോന്നും, ആയുധങ്ങൾ കൊണ്ട് നടക്കാനുള്ള അവകാശം. അതുപോലെ തന്നെ പ്രൊഹിബിറ്റ് ഇൻവോളണ്ടറി ക്വാർട്ടറിംഗ് ഓഫ് ആർമീസ് ഇൻ പ്രൈവറ്റ് ഹൗസസ്. അപ്പോൾ അന്ന് ഈ സ്വകാര്യ വ്യക്തികൾ ആർമീസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടക്കണം എന്നുള്ള സംഗതിയെ അവസാനിപ്പിക്കുക എന്നുള്ളത് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. നമ്മുടെ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ പോലും അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഉണ്ടായിരുന്നു. ഇനി അടുത്ത അവർ പ്രൊഹിബിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ, പ്രൊഹിബിറ്റ് അൺറീസണബിൾ സെർച്ച് ആൻഡ് സീഷർ, അനാവശ്യമായി വീട് പരിശോധനയും കാര്യങ്ങൾ കണ്ടെത്തുകയും കണ്ടുകെട്ടുകയൊക്കെ ചെയ്യുന്നതിനെ അവസാനിപ്പിച്ചു. പ്രൊഹിബിറ്റ്സ് ഡബിൾ ജിയോപാഡി എന്ന് പറഞ്ഞാൽ ഒരു കുറ്റത്തിന് 2 പ്രാവശ്യം ശിക്ഷിക്കുക എന്നുള്ളതാണ്, 2 പ്രാവശ്യം വിചാരണ ചെയ്ത് ശിക്ഷിക്കുക എന്നുള്ളതാണ്. അതിനെ അവർ അവസാനിപ്പിച്ചു. പ്രൊഹിബിറ്റ്സ് ഡബിൾ ജിയോപാഡി. അതുപോലെ തന്നെ പ്രൊഹിബിറ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ, ഒരു വ്യക്തി തനിക്കെതിരെ തന്നെ താൻ കുറ്റം ചെയ്തു എന്ന് തെളിവ് കൊടുക്കാൻ ബാധ്യസ്ഥനല്ല എന്ന് പറയുന്നതിന്, അങ്ങനെ ബാധ്യസ്ഥനാണ് എന്ന് പറയുന്നതിന് സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയും. അത് പാടില്ല എന്നാണ് ബിൽ ഓഫ് റൈറ്റ്സിൽ പറയുന്ന മറ്റൊരു സംഗതി എന്ന് പറയും. ഇറ്റ് പ്രൊഹിബിറ്റ്സ് ദ ടേക്കിംഗ് ഓഫ് ലൈഫ്, ലിബർട്ടി ആൻഡ് ഇക്വാലിറ്റി വിത്തൗട്ട് ഡ്യൂ പ്രോസസ് ഓഫ് ലൈഫ്. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരു മനുഷ്യന്റെ ജീവനോ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അവന്റെ വസ്തുവകകളോ ഡ്യൂ പ്രോസസ് ഓഫ് ലോ, നിയമവാഴ്ചയിലൂടെ അല്ലാതെ അല്ലെങ്കിൽ നിയമപ്രക്രിയകളിലൂടെ അല്ലാതെ, പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തിലൂടെ അല്ലാതെ എടുത്തു കളയാൻ കഴിയുകയില്ല എന്ന് പറയുന്നതായിരുന്നു അടുത്ത സംഗതി. അതുപോലെ തന്നെ ഒരാളുടെ വസ്തുവകകൾ ഗവൺമെന്റ് ഏതെങ്കിലും കാര്യത്തിന് ഏറ്റെടുക്കുകയാണെങ്കിൽ, അക്വയർ ചെയ്യുകയാണെങ്കിൽ അതിന് കൃത്യമായ കോമ്പൻസേഷൻ കൊടുക്കണമെന്നും US ബിൽ ഓഫ് റൈറ്റ്സിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. അതുപോലെ തന്നെ റൈറ്റ് ടു ട്രയൽ, ഒരാളിനെ വിചാരണയിലൂടെ മാത്രമേ അയാളെ ശിക്ഷിക്കാൻ പാടുള്ളൂ എന്നുള്ള വ്യവസ്ഥയും ഇതിനകത്ത് കൂട്ടിച്ചേർത്തു. പ്രൊഹിബിറ്റ്സ് അൺയൂഷ്വൽ ഫൈൻസ് ആൻഡ് ക്രൂവൽ പണിഷ്മെന്റ്. അതുപോലെ തന്നെ ഫോർബിഡ്സ് അൺയൂഷ്വൽ ഫൈൻസ്, അനാവശ്യമായി ആളുകളോട് പിഴ ചുമത്തുന്നതും അനാവശ്യമായ ആളുകളെ ശിക്ഷിക്കുന്നതും എല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി അവസാനിപ്പിച്ചു. മനുഷ്യാവകാശങ്ങളുമായി ബന്ധമില്ലാത്തൊരു കാര്യമാണ് എങ്കിലും അവരുടെ ഫെഡറൽ പ്രിൻസിപ്പിൾസിനെ വകവച്ചു കൊടുക്കുന്ന തരത്തിൽ അവശിഷ്ട അധികാരങ്ങൾ അല്ലെങ്കിൽ റെസ്യൂഡറി പവേഴ്സ് ആർ വെസ്റ്റഡ് വിത്ത് ദി സ്റ്റേറ്റ്സ്. അവിടുത്തെ ഫെഡറൽ യൂണിറ്റുകളായ സ്റ്റേറ്റിന്റെ കൂട്ടത്തിൽ റെസ്യൂജറി പവേഴ്സിനെ വെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട
സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മനുഷ്യാവകാശങ്ങൾ രൂപപ്പെടുന്നതിൽ പ്രധാനമായി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. ഒന്നാമതായി ഞാൻ പറഞ്ഞത് കോഡ് ഓഫ് ഹമ്മുറാബി പറഞ്ഞു, രണ്ടാമതായി ഞാൻ പറഞ്ഞത് സൈറസ് സിലിണ്ടർ പറഞ്ഞു, മൂന്നാമതായി ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാഗ്ന കാർട്ടയാണ്, നാലാമതായി ഞാൻ നിങ്ങളോട് പറഞ്ഞ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് 1628, അഞ്ചാമതായി ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് 1689, ആറാമതായി വെർജീനിയ ഡിക്ലറേഷൻ 1776, ഏഴാമതായി അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട US കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രഖ്യാപനം 1777, പിന്നെ ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദി സിറ്റിസൺസ് 1789, പിന്നെ പറഞ്ഞത് US ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. ഇനി നമുക്ക് ഈ പുതിയ നൂറ്റാണ്ടിൽ പ്രധാനമായി UN ചാർട്ടറാണ്. UN ചാർട്ടറുമായി ബന്ധപ്പെട്ടത് വിശദമായി പറയുന്നില്ല, എന്നാലും ഞാൻ സൂചിപ്പിച്ചു പോയേക്കാം. ഒന്ന്, പ്രിയാമ്പിൾ, UN ചാർട്ടറിന്റെ പ്രിയാമ്പിൾ ആയിക്കോട്ടെ, അതിന്റെ ആർട്ടിക്കിൾ 1 ആയിക്കോട്ടെ, ആർട്ടിക്കിൾ 8 ആയിക്കോട്ടെ, ആർട്ടിക്കിൾ 13 ആയിക്കോട്ടെ, ആർട്ടിക്കിൾ 55 ആയിക്കോട്ടെ, ആർട്ടിക്കിൾ 56 ആയിക്കോട്ടെ, ആർട്ടിക്കിൾ 62 ആയിക്കോട്ടെ, ആർട്ടിക്കിൾ 68 ആയിക്കോട്ടെ, ആൻഡ് ആർട്ടിക്കിൾ 76 ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഈ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഗതിയാണ്. നമുക്കറിയാം, UN ചാർട്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഐക്യരാഷ്ട്രസഭ സ്ഥാപിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ എന്താണ് എന്നതിൻ്റെ അതിൽ ഒരു ലക്ഷ്യം തന്നെ എന്താണ്? പ്രൊമോട്ടിംഗ് ആൻഡ് എൻകറേജിങ് റെസ്പെക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫോർ ഫണ്ടമെന്റൽ ഫ്രീഡംസ് എന്നുള്ളതാണ് UN നിലവിൽ വരുന്നതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ UN ചാർട്ടർ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന സംഗതിയും ആണ് എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് വിശദമായി തന്നെ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ചുരുക്കുകയാണ്. ഇനി UDHR ആണ് പ്രധാനമായും മറ്റൊരു സംഗതി. UDHRന്റെ ഫുൾ ഫോം നമുക്ക് എല്ലാവർക്കും അറിയാം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. 1948 അത് വരുന്നത്. അപ്പം December 10 നമ്മളെല്ലാവരും എന്തായിട്ടാണ് കണക്കാക്കുന്നത് നമുക്കറിയാം. December 10 ലോക മനുഷ്യാവകാശ ദിനമായിട്ടാണ് അത് കണക്കാക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു പ്രിയാമ്പിളും ഉണ്ട്, 31 ആർട്ടിക്കിളും ഉണ്ട് എന്നെല്ലാം നമുക്കറിയാം. അതിനെക്കുറിച്ചും വിശദമായി പഠിക്കേണ്ടതുകൊണ്ട് UDHRും യഥാർത്ഥത്തിൽ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പിന്നെ ഡെവലപ്മെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലോക സംഭവമായി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ഇനി 1950 ശേഷം വരുന്ന കവനൻസ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് 2 നമ്മൾ ഓർത്തിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കവനൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ 1966 അംഗീകരിക്കപ്പെടുന്ന ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് 1966 ഒന്നാം തലമുറ അവകാശങ്ങളാണ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അത് അംഗീകരിക്കപ്പെടുന്നത് ഡിസംബർ 16 1966 ഐക്യരാഷ്ട്രസഭ അത് അംഗീകരിക്കപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് വിശദമായി നമ്മൾ പഠിക്കേണ്ടതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇന്റർനാഷണൽ കവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതും 1966 നിലവിൽ വരുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞത് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, അതിനകത്ത് മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് നിലവിൽ വരുന്ന സാമ്പത്തികമായി കുറച്ച് ബാധ്യതകൾ കടന്നു വരുന്ന ഒരു സംഗതിയാണ് ഇന്റർനാഷണൽ കവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതും 1966 December 16 ജനറൽ അസംബ്ലി അഡോപ്റ്റ് ചെയ്യുന്നത്. നിലവിൽ വരുന്ന മറ്റൊരു ഡേറ്റിനാണ്. എന്തു തന്നെ ആയിരുന്നാലും ഇത്രയും കാര്യങ്ങൾ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.